ഹായ് ഗൈസ്, പിക്സ് ഇന്ത്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോണത് ഒരു ലെറ്റർ ഒരു സർഫേസിലേക്ക് നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മളത് എക്സാക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോണത്. നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഈ ഒരു ലെറ്ററാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോണത്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഒരു ഫ്ലാഗിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ചാനലിൻ്റെ പേരായ പിക്സ് ഇന്ത്യ എന്നുള്ള ചാനലിൻ്റെ പേരും ടൈപ്പ് ചെയ്ത് ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേയേഴ്സിൽ പിക്സ് ഇന്ത്യ നിർത്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ ലെയർ സ്റ്റൈൽ നമുക്ക് ഓപ്പണായി വരണ കാണാൻ പറ്റും. അതിൽ ബ്ലെൻഡിങ് ഓപ്ഷൻസിൽ തന്നെ ബ്ലെൻഡ് ഇഫിലേക്ക് നോക്കി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് ബ്ലാക്ക്, റൈറ്റ് സൈഡ് വൈറ്റ് കാണാൻ പറ്റും. അതിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റിലോട്ട് നീക്കുമ്പോൾ ബാക്കിലുള്ള സർഫേസിൻ്റെ അനുസരിച്ച് ഈ ലെറ്ററും മാറുന്നത് കാണാൻ പറ്റും. അങ്ങനെ മാറുമ്പോൾ തന്നെ ഈ ലെറ്ററിൻ്റെ ഒരു ഷേപ്പ് തന്നെ ടോട്ടലായിട്ട് ചേഞ്ച് വരാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഓൾട്ട് പിടിച്ച് ആ പിന്നിലേക്ക് ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ അത് രണ്ട് പീസായിട്ട് സെപ്പറേഷൻ ആവുന്നത് കാണാൻ പറ്റും. അതിൻ്റെ ലെഫ്റ്റ് പീസ് ലെഫ്റ്റിലോട്ടും റൈറ്റ് പീസ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് റൈറ്റിലോട്ട് നീക്കുമ്പോൾ നമുക്കിപ്പോൾ ഈ എ എന്ന് പറയുന്ന ഷേപ്പിൻ്റെ അവിടെ കാണാൻ പറ്റും. ആ ഒരു സർഫേസിൻ്റെ അതനുസരിച്ച് ഒരു മാറ്റങ്ങൾ വരുത്തുന്നത്. അതേപോലെ തന്നെ റൈറ്റിലുള്ള ഈ വൈറ്റിൻ്റെ അവിടെയും ഓൾട്ട് പിടിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതും രണ്ട് പീസായിട്ട് മാറുന്ന കാണാൻ പറ്റും. അതിൻ്റെ ലെഫ്റ്റ് പീസ് എടുത്ത് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യുമ്പോൾ അതും ഇതുപോലെ കൺവേർട്ടാണെന്ന് നമുക്ക് കാണാം, മനസ്സിലാവും. ഈ ജസ്റ്റ് ഒന്ന് ആ പിന്നുകൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഈ പിക്സ് ഇന്ത്യ എന്ന ലെറ്റർ ആ ക്ലോത്തിൻ്റെ ഒരു ഇതിലേക്ക് സർഫേസിൻ്റെ ഒരു ഷേപ്പിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് മനസ്സിലാവും. ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മോഡൽ വെച്ച് നമുക്ക് വേറെ നമ്മുടെ ഇതിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അങ്ങനെ 1-2 വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. താങ്ക് യു.